പ്രീസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ചെറിയ ചിന്ത മകളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. നാം എന്തുകൊണ്ടാണ് കർത്താവിനെ പിൻപറ്റുന്നത്? വൈ ഡു വി ഫോളോ ജീസസ്? യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. യേശുവിൻ്റെ അടുക്കൽ ഒരു കൂട്ടം ജനം കടന്നു വരുന്നുണ്ട്. കർത്താവ് അവർക്ക് അപ്പം നൽകി, മീനൊക്കെ കൊടുത്തു, അവരെ തൃപ്തിപ്പെടുത്തി കർത്താവ് വിടുന്നുണ്ട്. അതിനുശേഷം ഈ ജനം യേശുവിനെ രാജാവാക്കുവാൻ ഭാവിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി കർത്താവ് അവരുടെ മുൻപിൽ നിന്ന് പോകുകയാണ്. പിറ്റേന്നാൾ അതേ സ്ഥലത്തേക്ക് ഒരു കൂട്ടം ജനം കടന്നു വരികയാണ്. യേശുവിനെ കാണാതിരുന്നിട്ട്, ശിഷ്യന്മാരെ കാണാതിരുന്നിട്ട് അവരവിടെ നിന്ന് പടക് കയറി കഫർന്നഹൂമിലേക്ക് എത്തുകയാണ്. കർത്താവിനെ കാണുമ്പോൾ അവർ കർത്താവിനോട് ചോദിക്കുന്നത്, രബി, നീ എപ്പോഴാണ് ഇവിടെ വന്നത്? അങ്ങനെ ഇരിക്കുമ്പോൾ യേശു കർത്താവ് അവർക്ക് നൽകുന്നൊരു മറുപടി യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 26-27 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. നോക്കിക്കേ, ഇവിടെ ഈ ജനം യേശുവിൻ്റെ അടുക്കൽ വരുന്നത് കർത്താവ് നോക്കുമ്പോൾ അവർ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് കർത്താവിൻ്റെ അടുക്കൽ വരുന്നത്. കർത്താവ് നിത്യജീവനെക്കുറിച്ച് ആ അധ്യായത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ സമയത്ത് ഈ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന ജനമൊക്കെ കർത്താവിനെ വിട്ടു പോകുകയാണ്. യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. അപ്പോൾ നമുക്ക് പത്രോസിൻ്റെ മറുപടി കാണുവാൻ കഴിയുന്നത്, നാഥാ, ഞങ്ങൾ എവിടേക്ക് പോകും? നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയാണോ നമ്മുടെ അധ്വാനം? നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയാണോ നമ്മൾ യേശുവിനെ പിൻപറ്റുന്നത്? ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രയെന്നാണ് താൻ പറഞ്ഞിരിക്കുന്നത്. വൈ ഡു വി ഫോളോ ജീസസ്? ലെറ്റ്സ് എക്സാമിൻ ആർസെൽസ്. നമ്മെ തന്നെ ഒന്ന് നമുക്ക് ശോധന ചെയ്യാം. ഞാൻ എന്തിനാണ് കർത്താവിനെ പിൻപറ്റുന്നത്? എൻ്റെ ആവശ്യങ്ങൾ നടക്കാനും, എൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടാനും, എൻ്റെ പ്രാർത്ഥനകൾ മൊത്തം നിത്യജീവന് വേണ്ടി ഒരുങ്ങാനാണോ? നിത്യജീവന് വേണ്ടി ചിലരേക്ക് ഒരുക്കാനാണോ? അതോ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഞാൻ ക്രിസ്തുവിനെ പിൻപറ്റുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ശോധന ചെയ്യാം.